ഗൈസ്, നീ ഇപ്പോഴാണോ എണീക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴല്ല എണീക്കുന്നത്. ഞാൻ എണീറ്റിട്ട് കുറേ നേരമായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കിടന്നതാണ്. അങ്ങനെ കിടന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നു. എൻ്റെ കയ്യിലിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടല്ലോ, അത് കട്ട് ചെയ്യാന്ന് കരുതി ഞാൻ ചാടിപ്പോഴുന്നേറ്റ് എൻറ്റു ഗൈസ്. എഗെയിൻ മഴ, വീണ്ടും മഴ. ഈ മഴ കാരണം എൻ്റെ പ്ലാനുകളെല്ലാം ഡേ ബൈ ഡേ മുടങ്ങി പോവുകയാണ്. ഇപ്പം ഈ മഴയത്ത് മേളിൽ കയറിയ എനിക്ക് പനി, ശ്വാസം മുട്ടലാവും, വീട്ടിലുള്ളവരുടെ നിന്ന് ചീത്തയും കേൾക്കും. സോ ഞാൻ വലിഞ്ഞു ഗൈസ്. എന്നാൽ പിന്നെ എനിക്ക് 2 പാഴ്സൽ വന്നിട്ടുണ്ട്, അത് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഒന്നല്ല 2 വന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഈ ഒരു സാധനം, രണ്ടാമത്തെ ഈ ഒരു സാധനം. ആദ്യത്തെ സാധനം നമ്മളിതാ പൊട്ടിക്കുന്നു. ഒന്നാമത്തെ സാധനം ഈ പച്ച കളറിലുള്ള സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചകിരി നിറച്ചിട്ട് അത് കമ്പി ഇട്ടിട്ട് ഈ മണി പ്ലാന്റ് അതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് കയറുകയല്ലേ, അതുപോലത്തെ ചെടികൾ ചെടിച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റാനുള്ള സാധനമാണ്. അത് 4 ഉണ്ട്. അതിൻ്റെ പ്രൈസ് 173 രൂപയാണ്. വലിയ കുഴപ്പമില്ല. പച്ചക്കളർ ഉള്ളി ചകിരി, ആദ്യം ചകിരി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിയുടെ ഒരു സംഭവം വരുന്നുണ്ട്, പിന്നെ പച്ചക്കളർ. ഇത് അത്യാവശ്യം ബലവും കാര്യങ്ങളുണ്ട്. ഇത് ചെടിച്ചട്ടിക്കകത്ത് ചെടി നട്ടതിന് ശേഷം ആ ഇതിലേക്ക് കുത്തിയിറക്കിയിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ട് കയറ്റി വിടാം. അതാണ് അങ്ങനെ 4 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സാധനം ഇതാണ്. പണ്ട് തൊട്ടേ എനിക്ക് ഏസ്തറ്റിക്കായിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്ന ശീലമില്ല, വലിച്ചു കയറലേ ശീലമുള്ളൂ. ഇതൊരു വെളുത്ത ചെടിച്ചട്ടിയാണ് ഗൈസ്. പക്ഷേ എൻ്റെ പ്രതീക്ഷ അങ്ങ് അസ്തമിച്ചു. ഞാൻ കുറച്ചും കൂടി ഒരു വട്ടം ഉള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിന് നീളവും കൂടുതലും വട്ടം കുറവുമായി പോയി. ഡിപ്രഷനായി ഗൈസ്, ഡിപ്രഷൻ എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ ഒരു ഡിപ്രഷനായിട്ട് എടുക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും ഡിപ്രഷനെയും ആൻസൈറ്റിയും മറ്റു കാര്യങ്ങളൊന്നും തമാശയ്ക്ക് എടുക്കരുത്. തമാശ പോലും പറയാനും പാടില്ല. ഞാൻ പണ്ട് തൊട്ട് അങ്ങനെ പറഞ്ഞ് പിന്നീട് എനിക്കത് മനസ്സിലായി അങ്ങനെ പറയരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.